അരുണേട്ടാ, എനിക്ക് തീരെ വയ്യ. എന്നെ ഒന്ന് പിടിക്കോ? ഒറ്റയ്ക്ക് എഴുന്നേൽക്കാൻ വയ്യ എനിക്ക്. ഓ ശല്യം, മനുഷ്യനൊന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. തലയുടെ സൈഡിലെ ചുമലിൽ സ്വിച്ച് ചപ്പിക്കൊണ്ട് അരുൺ പിറുവിറുത്തു. ലൈറ്റ് ഇട്ട് കട്ടിലിന്റെ താഴെ പായ വിരിച്ചെടുക്കുന്ന നീതുവിനെ ദേഷ്യത്തോടെ നോക്കി. വയറിൽ കൈവച്ച് കരയുന്ന നീതു ദയനീയമായി അരുണിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ റൂമിൽ കിടക്കരുതെന്ന്. നിനക്ക് അപ്പുറത്തെങ്ങാനും പോയി കിടന്നുകൂടെ? അരുണേട്ട, എന്നെ ഒന്ന് പിടിക്ക്. എനിക്ക് ഭയങ്കര പെയിനുണ്ട്. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ആഹാ, കൊള്ളാലോ. ഞാൻ നിന്റെ ജോലിക്കാരനാണോ? നീ കൽപ്പിക്കും പോലെ അനുസരിക്കാൻ. മിണ്ടാതെ അവിടെ കിടന്നോണം. എന്റെ ഉറക്കം ശല്യപ്പെടുത്താൻ വന്നേക്കരുത്. ഇനി എങ്ങാനും എന്നെ വിളിച്ചാ ചവിട്ടി കൂട്ടും ഞാൻ. അറിയാലോ നിനക്കെന്നെ. ലൈറ്റ് ഓഫ് ആയിക്കൊണ്ട് അരുൺ മൊബൈൽ വോയിസ് കൂട്ടി പാട്ട് വെച്ചു. എന്നിട്ട് നീതുവിന്റെ എതിർവശം തിരിഞ്ഞ് ഒറ്റ കിടത്തും. വേദന കൊണ്ട് പുളയും നീതുവിനെ അരുൺ തിരിഞ്ഞു നോക്കിയില്ല. അരുണേ, അരുണേ! ആ ഒരുപ്പെട്ടോളം എണീറ്റില്ല ഇതുവരെ. ഡോറ് തള്ളി തള്ളി അരുണിന്റെ അമ്മ ബിന്ദു അലറി വിളിക്കുന്നുണ്ടായിരുന്നു. എന്താ അമ്മേ പ്രശ്നം? അരുൺ ഡോറ് നോക്കിയതും പുറത്താൻ്റെ അമ്മ അരിശമൂത്ത് നിൽപ്പുണ്ടായിരുന്നു. എവിടെയാണ് അവള്? ആ തമ്പുരാട്ടിക്ക് എണീക്കാനൊന്നും ആയില്ലേ? ഇന്നിവിടെ ആർക്കൊന്നും കഴിക്കണ്ടേ? നീ ഒന്ന് മാറിക്കേ. യോ എടാ അരുണേ, ഒന്നിങ്ങ് വന്നേ. ഈ പെണ്ണിന് ബോധമില്ലല്ലോ. ഇനി എന്താ ചെയ്യാ? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അമ്മേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യ, ഞാൻ പോവാ. മോനെ, നീ എങ്ങോട്ടാ? ഇത് പ്രശ്നമായ നമ്മൾ കുടുങ്ങും. നീ വേഗം വണ്ടി എടുക്ക്. നീതുവിന്റെ കൂടെ വന്നാരാ? ഡോക്ടർ വിളിക്കുന്നു. അമ്മ ചെല്ല്, ഞാനില്ല. അല്ല മോനെ, ഞാൻ മാത്രല്ല, നീയും കൂടെ വാ. എനിക്കൊരു ഭയമുണ്ട്. യെസ്, നിങ്ങൾ പേഷ്യൻ്റ് ആരാണ്? അത് ഇവനാണ് അവിടെ ഭർത്താവ്. ഞാൻ ഇവന്റെ അമ്മയാ. ഡോക്ടർ അമ്മയും മകനെ ഒന്ന് ഇരുത്തി നോക്കി. എന്നിട്ട് ചോദിച്ചു, പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ? ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബിന്ദു ചോദിച്ചു. എന്നിട്ട് ഈ ഒരു അവസ്ഥയിലാണോ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളൊരു പ്രസവിച്ച സ്ത്രീയല്ലേ? അറിയില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു പെണ്ണിൻ്റെ അവസ്ഥ? അതുകൊണ്ട് ഇതുവരെ പേഷ്യൻ്റ് കാണിച്ചുകൊണ്ടിരുന്ന പ്രിസ്ക്രിപ്ഷനിലെ എവിടെ? അത് പിന്നെ ഡോക്ടർ. എന്താ പറയൂ. അതില്ല. അതില്ലെന്നോ? അതെന്താ അങ്ങനെ? ഇത് നിങ്ങളുടെ മരുമകളല്ലേ? ഡോക്ടർ, ഡോക്ടർ! ഒരു നേഴ്സിന്റെ വിളിയായിരുന്നത്. ഡോക്ടർ പെട്ടെന്ന് ലേബർ റൂമിലേക്ക് ഓടി. അല്പനേരം കഴിഞ്ഞ് ഡോക്ടർ വീണ്ടും അരുണിനെയും ബിന്ദുവിനെയും വിളിപ്പിച്ചു. രണ്ടുപേരിൽ ഒരാളെ മാത്രമേ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട്. പേഷ്യൻ്റേത് വളരെ മോശം അവസ്ഥയാണ്. ബിന്ദുവിനും അരുണിനും ഇത് കേട്ടിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുള്ളതായി ഡോക്ടർക്ക് തോന്നിയില്ല. അവർക്ക് ആ വാർത്ത ഒരു പ്രശ്നമേ ഇല്ലെന്ന് അവരുടെ മുഖത്ത് വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. നീതുവിന്റെ കൂടെ ആരാ? ബിന്ദു ലേബർ റൂമിന്റെ വാതിക്കിലേക്ക് ചെന്നു. നീതു, അവരെ രക്ഷിക്കാനായില്ല. നേഴ്സ് കുട്ടിയെ കാണിച്ച് കുട്ടിയുമായി അകത്തേക്ക് പോയി. മോനെ, നീതു, അവള് പോയി. ഇനി ഈ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും? നീതു അവനൊരു നിമിഷം മൗനമായി നിന്നു. അവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഏത് കുട്ടി? എനിക്ക് വേണ്ട. കണ്ടവന്റെ കുട്ടിയെ ഞാൻ വളർത്തില്ല. തന്നെ എങ്ങോട്ട് ആർക്കാന്ന് വെച്ചാൽ അമ്മ കൊടുത്തേക്ക്. അവൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. 9 മാസമായി ഞാൻ ഈ വേദന ഉള്ളിൽ കൊണ്ടു നടക്കുന്നു. ഇന്നത്തോടെ എല്ലാം തീർന്നല്ലോ. സന്തോഷമായി എനിക്ക്. അരുണേ, എന്താണ് പ്രശ്നം? അരുണിന്റെ ഫ്രണ്ട് രാഹുൽ ഓടിക്കച്ച് ലേബർ റൂമിന് മുമ്പിലെത്തി. മോനെ രാഹുലെ, നീതു നമ്മളെ വിട്ടു പോയി. ആ കുട്ടീനെ എന്താ ചെയ്യാ? അത് ആലോചിച്ചിട്ടിരിക്കുക ഞങ്ങള്. എന്ത്? കുഞ്ഞിനെന്താ ചെയ്യാന്നോ? എന്താമ്മേ നിങ്ങൾ ഈ പറയുന്നേ? അത് നിങ്ങളുടെ മകന്റെ കുട്ടിയല്ലേ? അരുൺ, എന്താണ് നിന്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? രാഹുൽ, അമ്മ പറയുന്ന സത്യം. ആ കുട്ടി ഞങ്ങൾക്ക് വേണ്ട. കാരണം അതെന്റെ കുട്ടിയല്ല. അരുണേ! രാഹുലിന്റെ ശബ്ദം അല്പം ഉയർന്നു. അതെ രാഹുൽ, എന്റെ തലാത്ത കുട്ടി എനിക്ക് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് വല്ല അനാഥാലത്തിലും ആക്കിയേക്കും. നീതുവിന്റെ കുട്ടി. നേഴ്സ് ആ കുട്ടിയെ കോട്ടൺ ടവലിൽ പൊതിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു. ബിന്ദു പെട്ടെന്ന് എണീറ്റ് പോയി ആ കുട്ടിയെ വാങ്ങി. അരുണിന്റെ അടുത്ത സീറ്റിൽ വന്നിരുന്നു. രാഹുൽ പതിയെ ടവൽ വിടർത്തി ആ കുട്ടിയെ നോക്കി. പാവം, അതെന്ത് പഴച്ചു. പെട്ടെന്ന് രാഹുൽ ഞെട്ടി. അരുൺ, നോക്ക്, ഈ കുട്ടിയെ നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. എന്നിട്ട് പറ, നിന്റെ കുട്ടി ആണോ അല്ലയോ ഒന്ന്. രാഹുൽ എത്ര പറഞ്ഞിട്ടും അരുൺ അതിന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കൂട്ടാക്കിയില്ല. എന്തോ തീരുമാനിച്ച പോലെ രാഹുൽ പറഞ്ഞു. ഓക്കെ അരുൺ, നമുക്ക് ഈ കുട്ടിയെ നീ പറഞ്ഞ പോലെ ഏതെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിക്കാം. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ട് നമുക്ക് പോവാം. പിന്നെ നീതുവിൻ്റെ ബോഡി അത് ഏറ്റുവാങ്ങാൻ അതിനോട് അകന്ന ബന്ധത്തിലുള്ളൊരു അമ്മാവനില്ലേ, അയാൾ വിളിച്ച് പറഞ്ഞേക്ക്. എനിക്ക് അവളുടെ ബോഡി പോലും കാണണ്ട. ശല്യം. എന്നെ വിട്ട് പോയല്ലോ, അത് മതി. അരുൺ, നീ ഇങ്ങനെയൊന്നും പറയില്ലേ. നാളെ നീ ഇതിനെല്ലാം ഖേദിക്കേണ്ടി വരും കേട്ടോ. ഒന്ന് പോടാ. എനിക്കത് ഖേദിക്കാനിരിക്കുന്നു ആ പിഴച്ചവൾക്ക് വേണ്ടി. മോനെ രാവിലെ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. നീ അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കണേ. ശരിയമ്മേ, ഞാനിവിടെ ഉണ്ടാവും. അമ്മ പോയിട്ട് വാ. കുറച്ച് കഴിഞ്ഞിട്ട് നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ഇത് കുട്ടി കൊടുക്കേണ്ട ലാക്ടോജനാ. ഇത് തുള്ളികളായിട്ട് കൊടുക്കണം.
കുട്ടി എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ മതി, ഞങ്ങൾ അപ്പുറത്ത് കാണും. കരയാൻ തുടങ്ങിയ കുഞ്ഞിനെ രാഹുൽ പതിയെടുത്തിട്ട് പറഞ്ഞു. ഡാ, നീ കുട്ടിയൊന്ന് പിടിക്കും, ഞാൻ കുഞ്ഞിനെ ഒന്ന് ഡ്രോപ്സ് ആയിട്ട് വായിലിട്ടിച്ച് കൊടുക്കട്ടെ. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അരുൺ കുഞ്ഞിനെ വാങ്ങി മടിയിൽ വെച്ചു. അതിനിടയിൽ എപ്പോഴോ രാഹുൽ കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന കണ്ടപ്പോൾ അറിയാതെ അരുൺ ആ കുഞ്ഞി കൈകളിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കി. ഇടിവെട്ടേറ്റ പോലെ ഞെട്ടിത്തെരിച്ചു പോയി അരുൺ. കുഞ്ഞിൻ്റെ കൈവിരൽ തൻ്റെ ഏതുപോലെ തന്നെ തള്ളവിരൽ ചേർന്ന് മറ്റൊരു വിരൽ കൂടെ. ആ ഷോക്കിൽ കുഞ്ഞിൻ്റെ ടൗലെടുത്ത് മാറ്റി അതിൻ്റെ മുഖത്തേക്ക് നോക്കി അരുണാകെ തളർന്നുപോയി. ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ അവൻ്റെ പ്രാണൻ പോകും പോലെ സ്തംഭിച്ചു പോയി. രാവിലെ ഞാൻ എനിക്ക് തെറ്റുപറ്റിയടാ ഈശ്വര. എൻ്റെ കുഞ്ഞാടാ, ഇതെൻ്റെ കുഞ്ഞാ, എൻ്റെ കുഞ്ഞ്. രാവിലെ എനിക്ക് ഭ്രാന്താവുന്നടാ. എൻ്റെ നീതു, എനിക്കിപ്പോൾ അവളെ കാണണം. ഈശ്വര, ഞാനെന്തൊരു മഹാപാപിയും. തലമുടി രണ്ട് കൈ കൊണ്ടും വലിച്ചു പറിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അരുൺ പുലമ്പിക്കൊണ്ടിരുന്നു. എല്ലാം കഴിഞ്ഞ് വൈകിട്ട് ബിന്ദു ഹോസ്പിറ്റലിൽ എത്തി. അരുൺ, കുഞ്ഞിൻ്റെ കാര്യത്തിൽ നീ വിഷമിക്കണ്ട. കുട്ടികളില്ലാത്തൊരു കൂട്ടരോട് അതിന് കൊടുക്കാൻ നമ്മെ ഏറ്റിട്ടുണ്ട്. അമ്മയുടെ നേരെ ഈർഷ്യയോടെ നോക്കിയ അരുണിനെ രാഹുൽ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അല്പം കഴിഞ്ഞ് കുഞ്ഞിനെ അമ്മയുടെ കയ്യിലേൽപ്പിച്ച് അരുണ് രാഹുൽ കൂടെ നീതുവിൻ്റെ ബോഡി കാണാൻ പോയി. പക്ഷെ അപ്പോഴേക്കും അവിടെ അമ്മാവൻ ബോഡിയുമായി പോയി കഴിഞ്ഞിരുന്നു. വിവരമറിഞ്ഞെത്തിയ നീതുവിൻ്റെ അമ്മാവനോടുള്ള അരുണിൻ്റെയും ബിന്ദുവിൻ്റെയും മോശമായ പെരുമാറ്റം കാരണമായിരിക്കാം അമ്മാവനൊരു വാക്ക് പോലും പറയാതെ അവളുടെ ബോഡിയും കൊണ്ട് അവിടുന്ന് പോയത്. അരുണിന് തലകറങ്ങും പോലെ തോന്നി. അവനവിടെ തറയിലിരുന്നു. എന്താണ് അരുൺ, എന്താ പറ്റി? രാഹുൽ അവൻ്റെ അടുത്ത് കുനിഞ്ഞിരുന്നു. നീ വാ, നമുക്ക് ഡോക്ടറെ കാണാം. വേണ്ട, എനിക്ക് അവളോട് മാപ്പ് പറയാൻ പോലും അർഹതയില്ല. അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ ആ പാവത്തിനെ. ദൈവം പോലും പൊറുക്കാത്ത ദ്രോഹം ഒരു ഭർത്താവും ഭാര്യയോട് ചെയ്തു കാണില്ല. അങ്ങനെ ഞാനൊരു പാപിയാ രാവിലെ. അരുൺ, നീ എൻ്റെ ഫ്രണ്ടായിട്ട് പോലും നിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നീ ഒന്നും ഇതുവരെ വിട്ട് പറഞ്ഞിട്ടുമില്ല. സ്നേഹിച്ച് കല്യാണം കഴിച്ച നിനക്കും നീതിനിടയിൽ എന്തൊക്കെയോ പുകഞ്ഞിരുന്നു അല്ലേ? നിന്റെ മദ്യപാനെല്ലാം അതിൻ്റെ അലയടികളായിരുന്നെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ല, അതെൻ്റെ തെറ്റാ. ഞാനൊക്കെ നല്ലൊരു ഫ്രണ്ടാണ്. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. നീ പറയണം, നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത്? രാവിലെ എനിക്കെൻ്റെ മോളെങ്കിലും കൂടെ വേണം. നീതുവിൻ്റെ വിടർന്ന കണ്ണുകളും കുഞ്ഞിച്ചുണ്ണു ചുരുണ്ട മൂടിയ അവൾക്കും ദൈവം നൽകിയത്. എനിക്ക് അവൾ എൻ്റെ മോളിലൂടെ തിരികെ കാണിച്ചെന്നാ. ഞാൻ ആർക്കും കൊടുക്കില്ല എൻ്റെ കുഞ്ഞിനെ. എൻ്റെ മോളാവള്, എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ സ്വന്തം കുഞ്ഞ്. അമ്മേ, ഇനി ആരോട് വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷായി വരട്ടെ, ഞാൻ അവൻ്റെ കൂടെ പോവാ. എൻ്റെ അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അമ്മയും ഭാര്യയും കൂടെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അവരിപ്പോൾ ഇങ്ങ് എത്തും. അപ്പം ഞങ്ങൾ ഇറങ്ങും. രാഹുലിൻ്റെ അമ്മയും ഭാര്യയും എത്തിയുടൻ അരുണ് രാഹുൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. രാഹുൽ, ഞാൻ കാർ എടുത്തിട്ടുണ്ട്, നമുക്ക് അതിൽ പോവാം. ബൈക്ക് മാറ്റി വെച്ചേക്ക്. നീ ഡ്രൈവ് ചെയ്യ, എനിക്ക് വയ്യ. എൻ്റെ മനസ്സൊന്നും കയ്യിൽ നിൽക്കുന്നില്ല. അരുൺ, നീ ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നുമില്ല ഇതുവരെ. പറയണ്ട. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ എന്നോട് ഒന്നും ഒളിച്ചു വെക്കാത്തവളായിരുന്നു എൻ്റെ നീതു. അനാഥയായ അവൾ അംഗീകരിക്കാൻ എൻ്റെ അമ്മയോ പെങ്ങളോ ഒരിക്കലും തയ്യാറായിരുന്നില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അങ്ങനെ എനിക്ക് അമ്മയ്ക്ക് അവളോട് സ്നേഹം തോന്നി തുടങ്ങിയ ദിവസങ്ങൾ ഞാൻ അത്ഭുതത്തോടെ നോക്കി കണ്ടത്. അതിനിടയ്ക്കൊരു ദിവസം അമ്മ എന്നോട് പറഞ്ഞു, മോനെ, എടാ, അമ്മ ഒരു കാര്യം പറഞ്ഞാൽ നീ വിഷമിക്കരുത്, കരയരുത്, ആരോടും പോയിട്ടൊന്നും ചോദിക്കരുത്. അരുണേ, കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒരാൾ വന്നിരുന്നു. നീതുവിൻ്റെ നാട്ടിലുള്ള ഒരാൾ. അവളുടെ നാട്ടുകാരനാണെന്നാ പറഞ്ഞ്. ഓ, ഇതാണ് ഇത്ര വലിയ കാര്യം. അവളുടെ നാട്ടുകാരാരില്ലായിരിക്കും. അറിയുന്ന ആരെങ്കിലും ഈ നാട്ടിൽ വന്നപ്പോൾ കാണാമെന്നാവും. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാക്കാനുണ്ട് അമ്മേ. അതല്ലടാ മോനെ കാര്യം. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അയാൾ ഇവിടെ വരാറുണ്ട്. ആട്ടെ, മോനോട് നീ ഇതൊന്നും പറയാറില്ലേ? ഞാൻ കരുതി അവൾ നിന്നോടിത് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. എന്തേലും ആവട്ടെ, അമ്മ പറഞ്ഞെന്നേ ഉള്ളൂ. കാലം വികൃതി പിടിച്ചതാ. സൂക്ഷിച്ച് അവസാനം ദുഃഖിക്കേണ്ടി വരില്ല. മോനി ഇതിനെ അവളോട് ചോദിക്കാനും നിൽക്കേണ്ട. അമ്മയൊന്ന് കിടക്കട്ടെ, നല്ല നടുവേദനയുണ്ട്. അന്നത്തെ അമ്മയുടെ ആ വാക്കുകൾ ചെറുതായിട്ടാണെങ്കിലും എൻ്റെ മനസ്സിൽ വല്ലാതെ കൂറിയിട്ടിരുന്നു. ഞാൻ അന്ന് രാത്രി നീതിനോട് അറിയാത്ത രീതിയിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അവൾ വള്ളി പുള്ളി വിടാതെ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുകയും ചെയ്തു. ഈ ഒരു വിഷയം മാത്രം അവൾ എന്നോട് പറഞ്ഞില്ല. ഞാൻ പിന്നെയും കുത്തി കുത്തി വളച്ചൊടി ചോദിച്ചു നോക്കി. എന്നാൽ ഇതൊഴികെ അവൾ എന്നോട് എല്ലാം പറയുന്നുണ്ട്. അന്ന് മുതൽ എനിക്ക് അവളോടൊരു സംശയം തലൂക്കി തുടങ്ങിയിരുന്നു. അതീവ സുന്ദരിയായ അവൾക്ക് എന്നെ പോലൊരുത്തനല്ലായിരുന്നു കിട്ടേണ്ടത്. അതെൻ്റെ അമ്മ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ എനിക്കെന്തോ അവളോട് വെറുപ്പും അകൽച്ചയും തോന്നി തുടങ്ങി. പതിയെ പതിയെ ഞാൻ മധ്യത്തിൽ സമാധാനം കണ്ടെത്തി തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അവൾ പ്രഗ്നൻ്റ് ആയത്. ആ വിവരം അവൾ എന്നോടായിരുന്നു ആദ്യം പറഞ്ഞു. എൻ്റെ മുഖത്ത് സന്തോഷം കാണാത്തുണ്ടാവും. അന്ന് എന്നോട് അവൾ ചോദിച്ചു. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, അരുണേട്ട് ഒരുപാട് മാറിപ്പോയി. മദ്യം തൊടാതിരുന്ന ചേട്ടനിപ്പോൾ എന്നും കുടിച്ചിട്ടാണ് കയറി വരുന്നത്.
എന്നോടൊന്നും മിണ്ടുന്ന പോലുമില്ല. എന്താ എൻ്റെ അരുണേട്ടന് പറ്റിയത്? അവൾ എന്നെ പുറകിലൂടെ കെട്ടിപ്പിടിച്ച് ചോദിച്ചു. എന്നെ തുടരുത്, വിട്ടേക്ക്. ഞാനിങ്ങനെയൊക്കെയാ. എന്നെ ഉപദേശിക്കാനും സ്നേഹിക്കാനൊന്നും ആരും വരണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. പറ്റാത്തവർക്ക് ഇവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിലും ഇറങ്ങിപ്പോവാം. ഞാനായിട്ട് ആരെയും തടയില്ല. അരുണേട്ട എന്താ എന്നോട് ഇങ്ങനെ? എനിക്ക് വേറെ ആരോ ഉള്ളു. ഞാൻ ചേട്ടനെ വീട്ടിൽ ജന്മം ഇങ്ങോട്ടും പോവില്ല. മരണം കൊണ്ടല്ലാതെ എനിക്കിങ്ങോട്ട് പോകാനും ആവില്ല. അരുണേട്ടാ, നമുക്ക് നാളെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. അയ്യോടി, കണ്ടവന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തിനാണ് ഡോക്ടറെ കാണിക്കാൻ പോകുന്നത്? മേലാൽ എന്നോട് ഇങ്ങനെ പറഞ്ഞോണ്ട് വരരുത്. എന്റെ കൺമുമ്പിൽ പോലും നീ വന്നേക്കരുത്. കാണേണ്ടിരിക്കുന്നേ. കണ്ണ് തുടക്കുന്ന അരുണിനെ നോക്കി രാഹുൽ ചോദിച്ചു. അല്ല അരുൺ, അവളോട് നിനക്ക് ചോദിക്കായിരുന്നില്ലേ അതാരായിരുന്നെന്ന്? നീ അമ്മയുടെ വാക്ക് കേട്ടിട്ട് നീതുവിനെ തെറ്റിദ്ധരിച്ചാലും സാധ്യതയില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക്. കാറ് പോർച്ചിലേക്കായിരുന്ന ശബ്ദം കേട്ടിട്ടാവണം അരുണിന്റെ പെങ്ങൾ സിറ്റ് ഔട്ടിലേക്ക് എത്തി നോക്കി. വാതിൽക്കിൽ നിന്നുകൊണ്ട് അവൾ ചോദിച്ചു, ഏട്ടാ അമ്മ എന്തിയെ കൂടെ പോകുന്നില്ലേ? അവളുടെ ചോദ്യം കേട്ടിട്ട് കേൾക്കാത്ത ഭാവത്തിൽ അരുൺ അവന്റെ റൂമിലേക്ക് കയറിപ്പോയി. അമ്മ മാത്രമല്ല കീർത്തി, ഹോസ്പിറ്റലിൽ നിന്റെ മരുമോളും കൂടെ ഉണ്ട്. രാഹുൽ പരിഹസിച്ചുകൊണ്ട് കീർത്തിയോട് പറഞ്ഞു. അതെങ്ങനെ എന്റെ മരുമോളാവും രാഹുലേട്ടാ? എന്റെ ഏട്ടന്റെ കുഞ്ഞല്ലല്ലോ അത്. കീർത്തി, എനിക്ക് കീർത്തി, എന്റെ അലമാരിൽ നിന്ന് സാധനങ്ങൾ എവിടെയാ? ആരെന്റെ റൂമിൽ കയറിയത്? അരുണിന്റെ അലറി വിളിച്ചുള്ള വിളിയിൽ കീർത്തി ആകെ പേടിച്ചു പോയിരുന്നു. എന്താണ് അരുൺ എന്ന് ചോദിച്ചുകൊണ്ട് രാഹുൽ അവന്റെ റൂമിലേക്ക് ചെന്നു. ഇത് കണ്ടോ രാഹുലെ? എന്റെ അലമാരിൽ നീതുവിന്റെ ഡ്രസ്സ് പോലും ഇല്ല. അവിടെ ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ടായിരുന്നു, അതൊന്നും ഇവിടെ കാണുന്നില്ല. പോട്ടെ, അത് നമുക്ക് പിന്നീട് അന്വേഷിക്കാം. നീ ഇപ്പോൾ പോയി കുളിക്കാൻ നോക്ക്, ഞാൻ താഴെ കാണാം. എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് വാ. കുളി കഴിഞ്ഞ് തലവർത്തിക്കൊണ്ട് ബെഡിൽ വന്നിരുന്ന അരുൺ നീതുവിനെ ഓർത്ത് പൊട്ടിക്കരഞ്ഞു. പിന്നെ പതിയെ ബെഡിലേക്ക് കിടന്നു. ഇടയ്ക്കൊരു കൈ ബുക്കിൽ തട്ടിയ പോലെ അരുണിനെ തോന്നി. അവനത് എടുത്തു നോക്കിയപ്പോൾ അതൊരു ഡയറിയായിരുന്നു. ഇതെന്താ ഡയറിയോ? ഇതെവിടുന്ന് വന്നു? ഇതാരുടെയാ? അവൻ ഡയറി തുറന്നു നോക്കി. ഇത് നീതുവിന്റെ കൈയക്ഷരങ്ങളാണല്ലോ. അവൻ മറിച്ച് നോക്കി. അതെ, ഇത് നീതുവിന്റെ ഡയറി തന്നെയാ. ഇവൾക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്നുവരെ നീതു ഡയറി എഴുതുന്നതായി അരുണിന് അറിവില്ലായിരുന്നു. അവൻ ആ ഡയറി നോക്കിയപ്പോൾ അത് സ്ഥിരമായി എഴുതുന്ന ഒരു ഡയറിയായി അവന് തോന്നിയില്ല. ചില പേജിൽ എന്തൊക്കെയോ കണക്കുകൾ, കുഞ്ഞു കുഞ്ഞു വരികൾ, അത്രയേ ഉള്ളായിരുന്നു. അവൻ ഡയറി എടുത്ത് ബെഡിൽ അലമാരിൽ വെച്ചിട്ട് താഴോട്ട് ഇറങ്ങി. എന്താണ് ഇത്രയും വൈകിയേ? അതോ, അതൊരു ഡയറിയാണ്. കണ്ടപ്പോൾ ഒന്ന് എടുത്തു നോക്കി, അതാ ടൈം പോയത്. ഡയറിയോ? ആരുടെ? നീതുവിൻ്റെയോ? അവൾക്ക് ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നോ? ഏയ് ഇല്ലടാ, അതിലങ്ങനെ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഞാൻ തന്നെ ആദ്യമായിട്ടാ അവൾക്ക് ഇങ്ങനെ ഒരു ഡയറിയുള്ള കാര്യം പോലും അറിയുന്നു. അപ്പോൾ നിനക്കിപ്പോൾ എവിടെ നിന്ന് കിട്ടിയത്? ആ ബെഡിൽ കിടപ്പുണ്ടായിരുന്നു, അങ്ങനെ കണ്ടതാ. നമുക്കിറങ്ങാം, നീ വണ്ടി എടുക്ക് രാവിലെ. വീടിന്റെ ഗേറ്റ് കടന്ന് കാർ മെയിൻ റോഡിലേക്ക് കയറിയപ്പോൾ രാഹുൽ അരുണിനോട് പറഞ്ഞു. ആ ഡയറി ഇപ്പം എങ്ങനെ നിന്റെ ബെഡിൽ വന്ന്? എനിക്കറിയില്ല രാഹുലെ, എൻ്റെ മനസ്സിൽ പാകുന്നില്ല. എനിക്ക് ആ ഭ്രാന്ത് പിടിക്കുന്ന പോലെ. അരുൺ, എനിക്കൊരു ഡൗട്ട്. നിന്റെ അലമാരയിൽ നിന്ന് നീതുവിന്റെ സാധനങ്ങൾ ആരും എടുത്തു മാറ്റിയതല്ലേ നീ പറഞ്ഞ്? അതെ, അതിന്? അപ്പോൾ ആ സാധനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നാവും ആ ഡയറി. അങ്ങനെയെങ്കിൽ സാധനങ്ങൾ മാറ്റിയ ആൾക്ക് ആ ഡയറി കൂടെ എടുത്തുകൊണ്ടുപോയിരുന്നല്ലോ. നീ എന്താ പറയുന്നത് രാഹുൽ? ആ ഡയറിയിൽ ഒന്നും എഴുതി കണ്ടില്ലെന്നല്ലേ നീ പറഞ്ഞ്? ആ അതെ, അതിനെന്താ? അപ്പോൾ ഡയറി തുറന്നു നോക്കിയ ആളും ഇതുപോലെ ചിന്തിച്ച് അതവിടെ കളഞ്ഞ് ബാക്കിയുള്ളവരെ എടുത്തുകൊണ്ട് പോയതാവില്ലേ? ഡയറി എഴുതുന്ന സ്വഭാവമില്ലാത്ത നീതു നീ അറിയാതൊരു ഡയറി അലമാരിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലവൾ എന്തെങ്കിലും എഴുതി കാണില്ലേ? അങ്ങനെ ഉണ്ടാവും. എങ്ങനെ നീ കാറ് ഇരിക്കുക, നമുക്ക് വീട്ടിലേക്ക് പോവാം. ആ ഡയറി മൊത്തം ഒന്ന് മറിച്ച് നോക്കണം. ശരിയാടാ, നമുക്ക് തിരിച്ചു പോവാം. രാവിലെ ഡയറി കിട്ടി, ഞാൻ നോക്കട്ടെ. നീ കാറെടുത്തോ, പോവാം. ആകാംക്ഷയോടെ ആ ഡയറിയുടെ പേജ് ഓരോന്നായി മറിച്ച് നോക്കി. അപ്പോഴാണ് ആ ഒരു പേജ് അവൻ്റെ കണ്ണിൽപ്പെട്ടത്. ജീവിതത്തിൽ അരുണേട്ടനോട് ഞാൻ ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. ഇന്ന് ആദ്യമായി അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. വേണമെന്ന് വെച്ചിട്ടല്ല. മനുവേട്ട ഇവിടെ വന്ന് അരുണേട്ടനോട് പറയേണ്ടെന്ന് അമ്മയും കീർത്തി എന്നോട് പറഞ്ഞു. അതിന് കാരണം അരുണേട്ടൻ ഇങ്ങനെ ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമില്ലത്രേ. ഒരുപക്ഷെ അരുൺ നിന്നോടൊന്നും പറയില്ലായിരിക്കും. എന്നാലും ആണുങ്ങളല്ലേ മോളെ, അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും കരടി വീണ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണമായാലോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പെണ്ണുങ്ങൾ ആണുങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതാണ് നല്ലതെന്ന് അമ്മ പറഞ്ഞു. അത്രയും വായിച്ചപ്പോൾ തന്നെ ഡയറി അടച്ചു വെച്ച അരുണിന്റെ കണ്ണിൽ ദേഷ്യം സങ്കടവും എല്ലാം ഒരുമിച്ച് പ്രകടമായി. തെറ്റുപറ്റിയല്ലോ രാവിലെ, ഞങ്ങൾ എൻ്റെ അമ്മ മനഃപൂർവ്വം തെറ്റിച്ചതാ. അമ്മയുടെ അടുപ്പവും സ്നേഹമില്ല ഇങ്ങനെ ഒരു ചതി ഒളിപ്പിച്ചുകൊണ്ടായിരുന്നു. അറിഞ്ഞില്ലടാ ഞാൻ. പാവൻ്റെ നീതു, അവൾ നിരപരാധിയായിരുന്നു. എല്ലാം എൻ്റെ വെറും തോന്നലുകൾ മാത്രമായിരുന്നു. കൂടെ നിന്ന് അമ്മയും കീർത്തി ഇങ്ങനെ നാടൻ കളിക്കുന്ന ഞാൻ തീരെ കരുതിയില്ല. എന്നാലും രാഹുലെ, എൻ്റെ അമ്മയും പെങ്ങൾ എൻ്റെ ജീവിതം വെച്ചല്ലടാ കളിച്ച്. എൻ്റെ സന്തോഷം, പ്രാണൻ, ജീവിതം എല്ലായിരുന്നു എൻ്റെ നീതു. എന്നിട്ട് അവളെ ഞാനായിട്ട് ഇല്ലാതാക്കിയില്ലേ. പാവം, പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ അന്ന് മുതൽ എന്നോട് കാല് പിടിച്ച് കെഞ്ചുമായിരുന്നു. ഒരിക്കൽ പോലും ഞാൻ അവളെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയിട്ടില്ല.
എനിക്ക് അവളോടുള്ള അകൽച്ച മനസ്സിലാക്കി അമ്മയും കീർത്തി അവസരം മുതലെടുക്കുകയായിരുന്നു. അതുവരെ അവളോട് കാണിച്ച സ്നേഹം അവരുടെ അഭിനയമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറിയപ്പോൾ അവരവളെ ഇത്രയും ദ്രോഹിക്കായിരുന്നില്ല. വീട്ടിലെ എല്ലാ ജോലിയും അവളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിക്കുകയായിരുന്നു. ഗർഭിണിയാണെന്ന പരിഗണന പോലും അവൾക്ക് നൽകിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനും അവരെപ്പോലെ മൃഗമായിപ്പോയിരുന്നല്ലോ ആ സമയത്ത്. എന്നോട് രാത്രി ഒരുപാട് കരഞ്ഞ് പറഞ്ഞാടാ അവൾക്ക് തീരെ വയ്യാന്ന്. എന്നിട്ട് പോലും ഞാനൊന്ന് ശ്രദ്ധിച്ചില്ല. അപ്പോഴെങ്കിലും ഞാൻ അവളോട് ഇത്തിരി കരുണാട്ടിരുന്നെങ്കിൽ എൻ്റെ നീതൊന്ന് ജീവനോട് എൻ്റെ അരികിലുണ്ടാവുമായിരുന്നു. അത്രയും പറഞ്ഞപ്പോഴേക്കും അരുൺ നിയന്ത്രണം വിട്ട് വാവിട്ട് കരയാൻ തുടങ്ങിയിരുന്നു. ഹോസ്പിറ്റലിലെത്തി കാറ് പാർക്ക് ചെയ്ത് രാഹുൽ അരുണും കുഞ്ഞിൻ്റെ അടുത്തെത്തി. അമ്മേ, നമുക്ക് പോവാം, രാഹുൽ അവൻ്റെ അമ്മയോടായി പറഞ്ഞു. അരുൺ, ഞാൻ നാളെ ഇങ്ങോട്ട് എത്താം, നീ ഒന്നിങ്ങി വന്നേ. അരുണിനെ റൂമിൻ്റെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി രാഹുൽ പറഞ്ഞു. നീ ഇനി അമ്മയോട് ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. ഇത് ഹോസ്പിറ്റലാണ്, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. വീട്ടിൽ ചെന്നിട്ടെല്ലാം സംസാരിക്കാം. എന്നാ പോയിട്ടോ. അരുണെ, ആ കൂട്ടരെ വിളിച്ചിരുന്നു. നാളെ അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന്, കുഞ്ഞിനെ കാണാൻ വേണ്ടിയാ. പറ്റും ഈ നേരെ കൊണ്ടുപോയിക്കോളെന്ന് അവർ പറഞ്ഞു. അപ്പോഴത്തെ മട്ടം പോലെ ചെയ്യാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ഒരു മകൻ്റെ സ്നേഹം നിറഞ്ഞ വിളിയായിരുന്നില്ല അവിടെ മുഴങ്ങിയത്. അമ്മയും ഞാനും തമ്മിലുള്ള അതേ രക്തബന്ധ ഞാൻ ഈ കുഞ്ഞും തമ്മിലുള്ളത്. അമ്മയെ ഞാൻ തള്ളിപ്പറയില്ല. കാരണം എൻ്റെ ആത്മബന്ധമായിപ്പോയി. മുറിച്ചു മാറ്റിയാൽ മാറില്ലല്ലോ. അതുപോലെ എനിക്ക് എൻ്റെ സ്വന്തം കുഞ്ഞിനെയും കളയാനാവില്ല. മോനെ, നീ എന്താടാ ഈ പറയുന്നത്? ഈ കുഞ്ഞ് ഇത്... അമ്മ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഒന്ന് മാത്രമേ ഞാൻ പറയാം, സത്യം ഒരിക്കലും മൂടി വെക്കാനാവില്ല. എൻ്റെ നീതുവിൻ്റെ ആത്മാവ് ഇപ്പോഴും എന്നെ വിട്ടു പോയിട്ടില്ല. അതിന് തെളിവാ ഇപ്പം അമ്മ ഈ കാണുന്നു. കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് അതിൻ്റെ നെറ്റിൽ ഉമ്മ വെക്കുന്ന അരുണിനെ നോക്കി മാറി നിൽക്കുന്ന ബിന്ദുവിന് അപ്പോഴും സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല.